എല്ലാവർക്കും നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 052/2017 എന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ CPO ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ മഹാശില സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി പാലക്കാട്. താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ എ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ ഡി ലാറ്റിൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്ന അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി BN റാവു. ഓപ്ഷൻ സി. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 86. പാർലമെൻറ്റിൻ്റെ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? ഓപ്ഷൻ ബി 11 മണി. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. 2016 വീശിയടിച്ച വർദ്ധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ്? 45. അപ്പോൾ ജോ ബൈഡൻ 46ാമത്തെ പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി? ഓപ്ഷൻ ഡി നെടുങ്കയം. 11 ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓപ്ഷൻ ബി. പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി? ഓപ്ഷൻ ഡി ഔറംഗസേബ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണ്? 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവാര്? ദീനബന്ധു മിത്ര. ഹിതകാരണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വീരശലിംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൗ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം? ഓപ്ഷൻ ബി ബംഗാൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം? ഓപ്ഷൻ ഡി ഇന്ത്യ. താഴെ പറയുന്നവരിൽ ദേശസാൽകൃത ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, വിജയ ബാങ്ക്. പക്ഷേ വിജയ ബാങ്ക് ഇപ്പോൾ ഇല്ല. വിജയ ബാങ്കാണ് ഈ ഓപ്ഷൻ. ഉത്തരം ഇതാണ്. പക്ഷേ വിജയ ബാങ്ക് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയായി മർജറിന് ശേഷം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചത് 1969. ഓപ്ഷൻ ബി. റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടുകൂടിയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ജർമ്മനി. വില്ലുവണ്ടി യാത്ര സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. അമോഘവർഷൻ്റെ കവിരാജമാർഗം ഏതു ഭാഷയിലാണ്? കന്നഡയിലാണ്. കർണാടകത്തിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി ബസവണ്ണ. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരാണ്? ദസ്വന്ത്. 28ാമത്തെ ചോദ്യം, ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? ഓപ്ഷൻ എ കറുപ്പ്. ആധുനിക ടെന്നീസ് പ്രൊഫഷണൽ യുഗം ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം? ഇത് ആവശ്യമില്ല, കാരണം ആ സമയത്തെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇപ്പോഴായിരിക്കില്ല. 2017 ചോദ്യ പേപ്പറാണ്. 30 ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയത് എവിടെ? ഓപ്ഷൻ സി കേരളം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ സ്ഥാപിതമായ വർഷം? ഇമ്പോർട്ടൻ്റ് ആണ്, 1996. ഓപ്ഷൻ ബി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കോമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏത്? ഗദർ പാർട്ടി. ഓപ്ഷൻ സി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. 1946 നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പൽ നാവികനായിരുന്നു? INS തൽവാറിലാണ് ഈ പ്രശ്നം. 1900 റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടണി നടന്നത്? റോയൽ നേവൽ മ്യൂട്ടണി കേട്ടോ. ഓപ്ഷൻ 35 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായത് 1914. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? ഓപ്ഷൻ എ 2012 നവംബർ 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ സി. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19. മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലുള്ള ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായിട്ട് മോഡൽ വില്ലേജസ് ആയിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പദ്ധതി ഏതാണ്? സൻസദ് ആദർശ് ഗ്രാം യോജന. ഓപ്ഷൻ എ. 41 കേരളം കൊണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം എവിടെയാണ്? കൊച്ചി. ഓപ്ഷൻ സി. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്? ഓപ്ഷൻ ഡി മുഴപ്പിലങ്ങാട്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം? മൈക്രോഫോൺ. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഷിക് ടെസ്റ്റാണ്. ഓപ്ഷൻ സി ഷിക് ടെസ്റ്റ്. 47 സൂര്യാസ്തമനത്തിന് ശേഷം അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുന്നതിൻ്റെ കാരണം? ഭൗമവികരണം. ഓപ്ഷൻ ഡി. 48 ഏറ്റവും ഭാരം കൂടിയ വാതകം ഏത്? റാഡോൺ. ഓപ്ഷൻ സി റാഡോൺ. പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏത്? അസ്റ്റാറ്റിൻ. ഓപ്ഷൻ എ അസ്റ്റാറ്റിൻ. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏത്? ഓർഗാനോക്ലോറിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏത്? ഓർഗാനോക്ലോറിൻ. 51 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? 2008 നവംബർ 4. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖല? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 53 താഴെ കൊടുത്തവയിൽ പട്ടികവർഗ ക്ഷേമ കാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മധ്യപ്രദേശ്.
2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 17.64%. ഓപ്ഷൻ 8. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ പ്രവർത്തനമായി ഫലമായി പാസാക്കിയ നിയമം ഏതാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം. 56. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഓപ്ഷൻ ഡി. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടി ഇന്ത്യൻ താരം സാക്ഷി മാലിക്. സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ബി അരവിന്ദ് കെജ്രിവാൾ. സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അരവിന്ദ് കെജ്രിവാൾ. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ദേ ഹാഡ് എ ചാറ്റ് ഡാഷ് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ഓവർ എ കപ്പ് ഓഫ് ടീ ആണ്. ഇഫ് ഹി ഹാഡ് ഇൻഫോർഡ് മീ അബൌട്ട് ദ പ്രൈസ് ഹൈക്ക് ഐ വുഡ് ഹാവ് ബോട്ട് സം ഇൻ അഡ്വാൻസ്. Pilgrims come here but few stay overnight. Implies that no pilgrims stay overnight. Pilgrims ഇവിടെ വരാറുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഇവിടെ നിൽക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ നോ എ ഫ്യൂ എന്നല്ല, ബട്ട് ഫ്യൂ സ്റ്റേ ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ആരും തന്നെ രാത്രി നിൽക്കാറില്ല എന്നാണ്. നോ പിൽഗ്രിം സ്റ്റേ ഓവർനൈറ്റ്. 64. ഐ ഹാവിൻറ്റ് സീൻ ഹെർ ഡാഷ് ലാസ്റ്റ് 30 years. For the last 30 years ആണ്. ഓപ്ഷൻ എ. The past form of the verb stride is strode. ഓപ്ഷൻ ബി. Let's submit the projects on time. Shall we. എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ലെറ്റ്സ് ആണെങ്കിൽ ഷാൽ ആയിരിക്കും. The students put aside some money for their future purpose. എ. ഓപ്ഷൻ എ ആണ്. Alice prefers coffee dash tea. Coffee to tea. Find the sentence in which an incoative verb is used. The old woman is getting weaker. Option D. 70. A person who hates woman is called a misogynist. Option A. A person who hates woman is called as misogynist. Option A. 71. Which is the singular word among the following? Larva. Larva is singular. The word synonyms with conceal is diligence. 73. The young one of a horse is called foal. Option B. Dash lion is a king of the forest. The lion is the king of the forest. The antonym of the word oblivion. Memory ആണ്. 76ാമത്തെ ചോദ്യം. Birds of the same feather flock together means people of the same sort are found together. Option C. The Prime Minister dash arrives tomorrow to inaugurate the function. Option A. Woodcutter chopped down the tall tree. Begin the sentence with tall tree. The tall tree was chopped down by the woodcutter. 79. Which is correctly spelled? Tsunami. T വെച്ച് തുടങ്ങുന്ന സുനാമി. 80ാമത്തെ ചോദ്യം. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഹെഡ് ഓവർ ഹീൽസ് മീൻസ് എക്സൈറ്റഡ് ആയതിനെ കുറിച്ചുള്ള ഇഡിയമാണ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് GK ക്വസ്റ്റ്യൻസ് ഉള്ളത്. പ്ലസ് ഇംഗ്ലീഷ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം കളയാതെ റിവൈസ് ചെയ്യാൻ പറ്റുന്നൊരു സിനാരിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.